വയനാടിന് വേണ്ടി എത്ര പണം പിരിച്ചു, എത്ര വീടുകൾ വെച്ചു കൊടുത്തു, ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ പണം എത്തിയത് എന്നീ ചോദ്യങ്ങൾക്ക് വ്യക്തമായി. ശരി, ആദ്യത്തെ കൈ പൊങ്ങിയിട്ടുണ്ട്. ചെറിയ ചോദ്യം, ആരോടാണെന്ന് പറഞ്ഞിട്ട് CPM-ന്റെ പ്രതിനിധിയോടാ ചോദിക്കാനുള്ളത്. ഈ തൃത്താല നിയമമണ്ഡലത്തിലെ 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും കഴിഞ്ഞ പ്രാവശ്യം UDF ലീഡാണ്. നാഗരശ്ശേരി പഞ്ചായത്തും തിരുമറ്റക്കോട് പഞ്ചായത്താണ് CPM-ന് ഭൂരിപക്ഷം കൊടുത്ത പഞ്ചായത്ത്. ആ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ നടക്കാൻ പറ്റുന്ന റോഡ് ഉണ്ടോന്നാണ് എനിക്ക് CPM-ന്റെ പ്രതിനിധിയോട്. പ്രിയപ്പെട്ട സുഹൃത്ത്, തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ റോഡുകളിലൂടെ നടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ സംശയം. തിരുമറ്റക്കോട് പഞ്ചായത്തിൽ മാത്രമല്ല, ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകൾക്കകത്തും 273 റോഡുകളാണ്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. 273 റോഡുകളാണ്. അതിനോട് പ്രസക്തിയില്ല. 273 റോഡുകളാണ്. 273 റോഡുകളാണ്. നിങ്ങൾ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടെ ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല. മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്റെ സുഹൃത്ത് CPM-നോടാണ് ചോദ്യം. ഈ കാണുന്ന കൂറ്റനാട് ബസ് സ്റ്റാൻഡിന് മുമ്പില് ഈ റോഡ് പണി ഇപ്പോഴും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പാലം പണി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് പോവാ. പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണോ പറയരുത്. ദിവസം ഒരു കാര്യം ഒന്നും കിട്ടു വന്നാട്ടെ. എന്തിന് 10 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആള് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ്. തന്റെ നാക്കുകൊണ്ടുള്ള അഭ്യാസം ഒന്നും ഇവിടെ ചെലവാകത്തില്ല. അടുത്ത ചോദ്യം ആരോടാണ്? ഹലോ, CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. എല്ലാ ചോദ്യവും CPM പ്രതിനിധിയോടാണോ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാണ്, എന്ത് വികസന ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നുള്ള ചോദിക്കാനുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ നിങ്ങൾ എവിടെയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം, ഒരു സീരിയസ് ആയ ഒരു വനിതാ പേഷ്യന്റിനെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം, ഇതുപോലൊരു നാറിയ ഭരണം. ഇങ്ങനെ കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും അതിക്രൂരമായ പീഡനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡിലാണ് കേരള സംസ്ഥാനം നിലനിൽക്കുന്നത്. താൻ എന്നെ കളിയാക്കാണോ? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തിയ ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അതിനൊന്നുമില്ലേ? 35 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഈ ലോകത്തിലെ ഏക നാട് എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളമാണ്. എന്ത് തേങ്ങയാണ് പറയുന്നേ? ഇന്ത്യ രാജ്യത്തിനകത്ത് ക്രമസമാധാന നിലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നാട് എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളമാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് വർത്താനം പറയുന്നത്. ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. എന്റെ ചോദ്യം UDF-ന്റെ പ്രതിനിധിയോടാണ്. ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. നിങ്ങൾ വയനാടിന് വേണ്ടി എത്ര പണം പിരിച്ചു, എത്ര വീടുകൾ വെച്ചു കൊടുത്തു, ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ പണം എത്തിയത് എന്നീ ചോദ്യങ്ങൾക്ക് വ്യക്തമായി. വയനാട്ടിലേക്ക് കോടിക്കണക്കിനായ തുക കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ബജറ്റിലൂടെ വന്നതല്ല. ഈ നാട്ടിലെ ഉദാരമതികളായിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ സംഭാവന നൽകിക്കൊണ്ടാണ്. കേരളത്തിലെ ഉദാരമതികളായ ജനങ്ങള് സംഭാവന നൽകിക്കൊണ്ട് 412 ബെനിഫിഷ്യറീസിനാണ് കണ്ടെത്തിയത്. ഒരു ഫീലിംഗും ഇല്ല. കോൺഗ്രസ് 100 വീടുകളാണ് പ്രഖ്യാപിച്ചത്. ഇന്നത്തെ പത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക 10 കോടി രൂപ അഡീഷണൽ ആയിട്ട് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീ ഒന്നും പണയണ്ട. കോൺഗ്രസ് 100 വീടുകൾക്കുള്ള ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് കോൺഗ്രസ് വയനാടിന് വേണ്ടി എത്ര രൂപ പിരിച്ചു എന്നാണ് ചോദിച്ചത്. ഇത് കടിക്കൂ. അതാണ് പറയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 100 വീട്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 100 വീട്. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആചാദിക്കുകയാണ്.
നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരോ. ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഊരാളുങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഈ ക്രമരഹിതമായിട്ടുള്ള രീതിയിൽ കൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാനും അവരുടെ ടെൻഡർ പോലും പങ്കെടുക്കാതെ മന്ത്രിസഭ തീരുമാനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഊരാളുങ്ങൾ ലേബർ ആനുകൂല്യങ്ങൾ നടത്തിയ സാഹചര്യം കേരളത്തിൽ ജനങ്ങൾ വന്നിട്ടില്ല. കിട്ടാനുള്ള കിട്ടിയപ്പോ മതിയായല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച വീടുകൾക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പോലും ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം തയ്യാറാകാതെ മുഖ്യമന്ത്രിയുടെ പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് 100 വീടുകൾ താമസയോഗ്യമാക്കിയ സാഹചര്യങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് 5 ലക്ഷം രൂപ ഓരോ ആളുകൾക്കും ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകിയ സാഹചര്യം ഉണ്ടായത്. അത് പറഞ്ഞതിന് ശേഷമാണ് ഈ സർക്കാർ, സംസ്ഥാന സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ച കോൺഗ്രസിന്റെ ജനപ്രതിനിധികള്, പ്രതിപക്ഷ നേതാവ് ഫലമായിട്ടാണ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ഗവൺമെന്റിന് മുന്നോട്ട് പോകേണ്ടതെന്ന് ഇതെന്തിന്? എനിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. അടുത്തത് CPM-ന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ പാവപ്പെട്ട കർഷകരുടെ നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തുകൊണ്ട് സംഭരിക്കുകയുണ്ടായി. ഇവിടെ സഹകരണ ബാങ്കുകളാണ് അത് കളക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് ഇതുവരെയായിട്ടും ആ പൈസ ലഭ്യമായിട്ടില്ല. നമ്മുടെ നാടിനകത്തെ കർഷകരുടെ നെല്ല് സംഭരിക്കേണ്ടെന്ന ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് 68%. നിങ്ങൾ കൂക്കിയോണ്ടൊന്നും കാര്യമില്ല, ഉത്തരം വേണമെങ്കിൽ കേൾക്കണം. പേടിപ്പിക്കില്ല നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. അതല്ലാണ്ട് കാര്യമില്ല, ഉത്തരം വേണമെങ്കിൽ 68% നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഹിതം കേന്ദ്ര ഗവൺമെന്റ് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. 1800 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് നെല്ല് വിതരണത്തിൽ ഈ കേരളത്തിന് നൽകാനുള്ളത്. എന്നാൽ കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കാത്തു നിൽക്കാതെ ഇവിടെ അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഒന്ന് പോവാണ്ട് അവിടെ അണ്ണാ നോണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. അതിനകത്തൊരു വ്യക്തമായിട്ട് മറുപടി പറയണം. ചോദ്യം പറയട്ടെ. അതായത് ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടാതെ വരുമ്പോൾ കേന്ദ്രത്തിന് നേരെ ചൂണ്ടുന്നത് തീർത്തും അത് ശരിയല്ല. ആ കാഴ്ചപ്പാട് തന്നെ തെറ്റാണെന്നാണ് ഞങ്ങൾ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നവംബർ മാസത്തിൽ കൊയ്തിട്ടുള്ള നെല്ല് ഈ ആടാലയിലെ പാടങ്ങളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഇത് ഇത് സാധിക്കുന്നില്ല. മോശമായി പോയല്ലോ. അതിന് കണ്ടോ? ഇല്ല.